ഒറ്റ നോട്ടത്തിൽ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ക്യൂട്ട് മിനി പെയിൻറ്റിങ് ബുക്കാണ് കേട്ടോ. അതും സർക്കിൾ ഷേപ്പ് വിത്ത് 3D കവർ. ക്യൂട്ടല്ലേ? ക്യൂട്ടാണ്, ഒരു ഫെയറി ലുക്കൊക്കെ ഇല്ലേ? അപ്പോൾ ഉണ്ടാക്കിയാലോ? അതിന് ഞാൻ ആദ്യം തന്നെ എടുത്തത് ഒരു പെയിൻറ്റിൻ്റെ ഷീറ്റാണ് കേട്ടോ, പെയിൻറ്റിങ് ഷീറ്റ്. ദെൻ അത് 4 മടക്കിയിട്ട് അത് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണേ. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ സൈഡിലായിട്ട് ചെറിയൊരു പോർഷൻ എക്സ്ട്രാ ഒരു സ്ക്വയറായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ബുക്കാവുമ്പോൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് വേണമല്ലോ. മുമ്പാക്കി പരിചയമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ആക്കുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളാക്കുന്ന രീതിയിലാക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ വെച്ചാൽ സെയിം സൈസിലല്ല, കുറച്ച് കൂട്ടി വേറെ 2 സർക്കിൾസ് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം എനിക്ക് വേണ്ട ഡിസൈൻ ഞാനതിൽ വരച്ചു വെച്ചു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കുക. ദെൻ ക്ലേ എടുക്കുക. ക്ലേ എടുത്തതിന് ശേഷം ആ ഡിസൈൻ ഞാൻ ഒരു 3D സ്ട്രക്ചറിൽ ചെയ്തു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് കളർ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ കളർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ കൺഫ്യൂഷനായിരുന്നു. ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ബ്ലൂ അത്ര അങ്ങോട്ട് ഭംഗിയില്ല ഉണ്ടായി തോന്നി. ദെൻ അത് ഞാൻ ചേഞ്ച് ചെയ്ത് ഗ്രീൻ ആക്കി കേട്ടോ. അപ്പോൾ നോക്കാം. ഗ്രീൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ വരച്ച ആ ഒരു ചിത്രം കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. ബ്ലൂ ആയപ്പോൾ അത് കുറച്ച് ഡള്ളായ പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ആക്കി. പിന്നെ അതിൽ കുറച്ച് ഇങ്ങനെയുള്ള ഡോട്ട് ഇട്ട് കൊടുത്തു. അഫ്കോഴ്സ് കുറച്ചുകൂടെ ഫെയർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്ത്. അത് വരുമ്പോഴേക്കും നമ്മുടെ പിക്ചറെ മാറിയില്ലേ. അപ്പോൾ ഒരു ക്യൂട്ട് ബുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡിലൊക്കെ ഒരു വുഡൻ ടച്ചൊക്കെ വരാനാണ് കേട്ടോ ആ ഒരു ബ്രൗണിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിലായിട്ട് ഞാൻ 3D വർക്കും ചെയ്യുന്നത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ബാക്കിലുള്ള ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിന് കളറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതും ഒരു ബ്ലാക്ക് വെച്ചിട്ടൊക്കെ കളർ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി വരും, കുറച്ചുകൂടെ നല്ല ലുക്ക് കിട്ടും. തൽക്കാലം ഞാൻ ഫ്രണ്ട് പേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.